ഭഗവാൻ പരമശിവന്റെ അരിമ ശിഷ്യനാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ. ഭഗവാൻ ശങ്കരനിൽ നിന്നും അസ്ത്രത്തിലും ശസ്ത്രത്തിലും ജ്ഞാനം നേടിയ പരശുരാമനെ വെല്ലാൻ ആരും ശക്തരല്ലായിരുന്നു. പ്രിയ ശിഷ്യന്റെ കഴിവിൽ ശിവൻ അഭിമാനം കൊണ്ടു. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് യാത്രാനുമതി ചോദിച്ചു വന്ന ശിഷ്യന് ഭഗവാൻ പരശു എന്ന വിശിഷ്ടമായ ആയുധം നൽകി. കാലം കഴിഞ്ഞുപോയി. ഒരു ദിവസം ഭഗവാൻ ശിവശങ്കരനെ മുഖം കാണിക്കുവാൻ പരശുരാമൻ കൈലാസത്തിലെത്തി. ഈ സമയം ഭഗവാനും ദേവി കാളിയും അന്തഃപുരത്തിൽ സ്വൈരസല്ലാപം നടത്തുകയായിരുന്നു. അന്തഃപുരത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ദേവൻ തന്റെ കനിഷ്ഠപുത്രനായ ഗണപതിയോട് കൽപ്പിച്ചു, മകനെ, അന്തഃപുരത്തിലേക്ക് ആരെയും കടത്തിവിടരുത്. പിതാവിന്റെ കൽപ്പന ശിരസാവഹിച്ച ഗണപതി അന്തഃപുര വാതിക്കൽ കാവൽ നിന്നു. തന്റെ തുമ്പിക്കൈ ചുഴറ്റിയും ഉണ്ണിക്കുടവയർ തലോടിയും ഗണപതി കാവൽ ജോലിയിൽ വ്യാപൃതനായിരുന്ന സമയത്തായിരുന്നു പരശുരാമൻ അവിടേക്ക് വന്നത്. വിഘ്നേശ്വര, എനിക്ക് ഭഗവാൻ ശിവശങ്കരനെ മുഖം കാണിക്കേണ്ടതുണ്ട്. പരശുരാമൻ തന്റെ ആഗമന ഉദ്ദേശം ഗണപതിയെ അറിയിച്ചു. ഭാർഗവ, ഇപ്പോൾ ആരെയും അന്തഃപുരത്തിൽ പ്രവേശിപ്പിക്കരുതെന്നാണ് പിതാവിന്റെ കൽപ്പന. ദയവായി അവിടുന്ന് മടങ്ങിപ്പോവുക. ഗണപതി മറുപടി നൽകി. ആചാര്യപുത്ര, അക്കാര്യം അസാധ്യമാണ്. എനിക്കിപ്പോൾ തന്റെ ഭഗവാൻ ശ്രീശേരനെ കാണണം. പരശുരാമൻ തന്റെ ആവശ്യം ഉന്നയിച്ചു. എന്നിട്ടും ഗണപതി പരശുരാമനെ കടന്നു പോകുവാൻ അനുവദിക്കാതെ പറഞ്ഞു, പരശുരാമ, താങ്കൾ പറയുന്നത് സത്യമാവും. എന്നാൽ അങ്ങയുടെ ആവശ്യത്തിനായി എനിക്ക് എന്റെ കർമ്മത്തിൽ നിന്ന് പിന്നോക്കം സഞ്ചരിക്കുവാൻ സാധിക്കുമോ? ഇല്ല, താങ്കളെ ഞാനിപ്പോൾ അകത്ത് കയറ്റുന്ന പ്രശ്നമില്ല. ഈ തർക്കം ഉഗ്രം വാഗ്വാദമായി തീർന്നു. എന്താണ് സംഭവിക്കുവാൻ പോകുകയെന്നറിയാതെ ശിവസേവകന്മാർ ശ്വാസമടക്കി കാത്തുനിന്നു. ഗണപതിയുടെ അവഹേളനം പരശുരാമനും പരശുരാമന്റെ ഗർവ് ഗണപതിക്കും സഹിക്കുവാൻ കഴിയാതെ വന്നു. ക്രുദ്ധരായി തീർന്ന അവർ ആയുധം കയ്യിലെടുത്ത് യുദ്ധസന്നദ്ധരായി നിന്നു. ശിവസേവകരും ഹിമവാൻ തന്നെയും വീർപ്പടക്കി നിൽക്കവേ പരശുരാമനും ഗണപതിയും യുദ്ധമാരംഭിച്ചു. ആര് ജയിക്കുമെന്നോ ആര് പരാജയപ്പെടുമെന്നോ നിശ്ചയിക്കുവാനാവാതെ ആ യുദ്ധത്തിനൊടുവിൽ പരശുരാമൻ തന്റെ ഗുരുവായ പരമേശ്വരൻ സമ്മാനിച്ച പരശുവിനാൽ ഗണപതിയുടെ ഇടത്തെ കൊമ്പ് അരിഞ്ഞു വീഴ്ത്തി. വേദനയാൽ പുളഞ്ഞുപോയ ഗണപതി നിശബ്ദനായി തീർന്നു. എന്നാൽ ഭഗവത് പുത്രന്റെ ദാരുണാവസ്ഥ കണ്ട പരിചാരകന്മാർ സ്വനില കൈവിട്ട് വിലപിച്ചു തുടങ്ങി. സേവകരുടെ രോദനം കേട്ട് അന്തഃപുരത്തിലിരുന്ന പാർവതി ഓടി വന്നു. കൊമ്പുപോയി ചോരയിൽ കുളിച്ച് നിൽക്കുന്ന പുത്രനെയും ചോര കൊണ്ട് മുഴുവായി പശ്ചാത്താപത്തോടെ നിൽക്കുന്ന പരമശിവ ശിഷ്യനെയുമാണ് ദേവിക്ക് കാണുവാൻ കഴിഞ്ഞത്. ദേവി മകനെ വാരിയെടുത്ത് മടിയിലിരുത്തി വിലപിച്ചു തുടങ്ങി. എന്താണ് സംഭവിച്ചത്? പറയുക. ഈ പരമേശ്വരന്റെ ഉഗ്രാജ്ഞ കേട്ട പരിചാരകൻ പരസ്പരം നോക്കി. ഈ സമയം അവിടെ സന്നിഹിതനായിരുന്ന സുബ്രഹ്മണ്യൻ നടന്ന സംഭവങ്ങളെല്ലാം പിതാവിനെ അറിയിച്ചു. ഭഗവാൻ ചിന്താകുഴപ്പത്തിലായി. മകന്റെ വേദനയിലും അവന് ലഭിച്ച അഭംഗത്തിലും അദ്ദേഹം ദുഃഖിതനായി. എന്നാൽ ശിഷ്യന്റെ പരാക്രമത്തിൽ അദ്ദേഹം അഭിമാനിതനുമായി. അവസാനം ഭഗവാൻ ശിവശങ്കരൻ ഇപ്രകാരം അരുളി ചെയ്തു, ഗണപതി, നീ ദുഃഖിക്കേണ്ട. നിനക്ക് നഷ്ടപ്പെട്ട കൊമ്പ് നിന്റെ അലങ്കാരത്തിലും സൗന്ദര്യത്തിലും മാറ്റുകൂട്ടുകയേ ഉള്ളൂ. പുത്ര, ഒറ്റക്കൊമ്പൻ ഗജാസ്യൻ ഗണപതി സർവമംഗളനായിരിക്കും. പിതാവിന്റെ അനുഗ്രഹം കേട്ട ഗണപതി പുഞ്ചിരി തൂക്കി. അടുത്തത് ഗണപതിയുടെ വിവാഹത്തിന്റെ കഥയാണ്. തുടരും.